ഭൂരിപക്ഷം കുറവാണ്. 2000-ലധികം വോട്ട് വരാനാണ് സാധ്യത. ഞാൻ കുറച്ചു മുമ്പ് കൌണ്ടിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങിയതാണ്. എന്തായാലും അവിടുത്തെ ജനങ്ങൾ ഞാൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു പ്രത്യുപകാരം എന്നുള്ള നിലയിൽ ഒരു ചെറിയ മാർജിനിലാണെങ്കിൽ എന്നെ ജയിപ്പിച്ചു. അതിന് ആ വോട്ടർമാരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എല്ലാ കാലത്തും LDF-നൊപ്പം ഉറച്ചു നിന്ന ഒരു ജില്ലയായിരുന്നു തിരുവനന്തപുരം. മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ഇത്തവണയും അങ്ങനെ ഉണ്ടെന്ന് പറയാം, പക്ഷേ നഷ്ടം ഉണ്ട്. അത് UDF ഭരണത്തിൽ വരുന്ന സന്ദർഭങ്ങളിലെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾക്ക് സീറ്റ് കുറവായിരിക്കും. ഇപ്രാവശ്യവും UDF-ന്റെ ഒരു വലിയ കടന്നുകയറ്റമാണ് സംസ്ഥാനത്തൊട്ടാകെ തന്നെ വേണമെങ്കിൽ ഒരു തരംഗമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രൂപത്തിലാണ് വന്നത്. അതിലും ഞങ്ങൾ ഒരു 4-5 ആളുകൾ പിടിച്ചു നിന്നു എന്നുള്ളത് പൊതുവെ ഈ ജില്ലയിൽ ഇടതുപക്ഷ മനസ്സുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ഇനിയും ചില റിസൾട്ടുകൾ കൂടി വരാനുണ്ട്. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി 1-2 സീറ്റുകൾ കൂടി കിട്ടാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. പാർട്ടി കോട്ടകളടക്കം വീണു. ചിറയൻകീഴ്, വാമനപുരം ഈ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചതാണോ? അങ്ങനെ അല്ല, ജില്ലയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. ചിറയൻകീഴിനെ സംബന്ധിച്ച് ഞാൻ പാർലമെന്റിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഈ കോസ്റ്റൽ ഏരിയയിലെ വോട്ട് എനിക്ക് അന്ന് കിട്ടിയിരുന്നില്ല. എന്റെ തോൽവിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം കോസ്റ്റൽ ബെൽറ്റിലെ വോട്ടാണ്. അത് ആ ഒരു നിലവാരത്തിൽ തന്നെ ഇപ്പോഴും നിലനിന്നു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കുന്നത്. ബാക്കി മറ്റു മേഖലകളിലെല്ലാം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി ലീഡ് ചെയ്ത് വന്നപ്പോഴാണ് ഏതാണ്ട് കഠിനംകുളം ഭാഗത്ത് വന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കോസ്റ്റൽ ബെൽറ്റിൽ വന്നപ്പോൾ ചിറയൻകീഴ് പരാജയപ്പെടുന്ന സാഹചര്യം വന്നത്. നിയമം അവസാനം മന്ത്രി തന്നെ പറഞ്ഞല്ലോ, 3 വോട്ടുള്ളിടത്ത് 25,000 രൂപയാണ് അവിടെ കൊണ്ടുപോയി നൽകിയത്. പണം ഏതു രൂപത്തിൽ എങ്ങനെ ചെലവഴിച്ചു എന്നതിനെ സംബന്ധിച്ച ഒരു പരിശോധനയൊന്നും ഇനി വരാൻ വേണ്ടി സാധ്യതയില്ല. പക്ഷെ അത് ഭാവിയിലെ രാഷ്ട്രീയ പ്രവർത്തനം, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കാശിന്മേലുള്ളൊരു കളിയായിട്ട് മാറുകയാണ്. ഇപ്പോൾ കേരളമാണ് അതിൽ നിന്ന് മാറി നിന്നിരുന്ന ഒരു സ്റ്റേറ്റ്. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം നേരത്തെ തന്നെ ഇത്തരം ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. പക്ഷെ അത് BJP-യുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അത് വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക സാഹചര്യം.